ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധുസിൻ്റെ ഒരു ഹാപ്പി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നോട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണം. ഞാൻ എവിടേക്കാണ് പോകുന്നത് ഒരുങ്ങി നിൽക്കുന്നതെന്നറിയോ? ദേ കണ്ടോ, ഇത് ഞങ്ങളുടെ ഉപ്പുതറയിലെ ഞങ്ങളുടെ ഗുരുമന്ദിരമാണ് കേട്ടോ. SNDPയുടെ ശാഖയുടെ ഗുരുമന്ദിരമാണ്. അപ്പം ഉത്സവം തുടങ്ങി. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു വീഡിയോയ്ക്കകത്ത് എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ലായിരുന്നു. അതുകൊണ്ട് ഇതുവരെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഘോഷയാത്രയും കാവടിയും നല്ല അടിപൊളി പരിപാടിയൊക്കെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നും കൂടെ അമ്പലത്തിൽ കയറുന്നില്ല, കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. എന്നാലും ഇന്നും കൂടെ അമ്പലത്തിൽ കയറുന്നില്ല, നാളെ രാവിലെ നമുക്ക് കുളിച്ച് അമ്പലത്തിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. എന്നാലും നമുക്കുണ്ടല്ലോ ഒരു എന്നാ പറയുന്നത്, പോകാനായിട്ടിങ്ങനെ ഒരു എന്നാ പറയുന്നതിന് ഒരു കുരുക്കുരുപ്പില്ല. അതാണ് കാരണം. കുഞ്ഞിലെ മുതൽ ഞാനൊക്കെ കുഞ്ഞിലെ മുതൽ SNDPയുടെ പ്രാർത്ഥനയ്ക്കും കാര്യങ്ങൾക്കും ഗുരുമന്ദിരത്തിൻ്റെ പരിപാടികൾക്കും ഒക്കെ പൊയ്ക്കൊണ്ടിരുന്ന ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് നമുക്ക് പോകാൻ പറ്റിയില്ലല്ലോ. പക്ഷേ ദൈവം സഹായിച്ച എനിക്ക് നാളെ അമ്പലത്തിൽ കയറാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നാളെ പോയി ഭഗവാന്റെ അടുത്ത് പോയി നേർച്ചയൊക്കെ ഇട്ട് വരാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ഇതെല്ലാം ഒന്ന് വീഡിയോ എടുക്കണ്ടേ, നിങ്ങളെ കാണിക്കണ്ടേ. അതിന് എനിക്ക് പുറത്തു നിന്ന് കാണാമല്ലോ. അപ്പോൾ അങ്ങനെ കാണാനായിട്ട് അത് ഞാൻ മഞ്ഞൾ പ്രസാദം ഒക്കെ തൊട്ടുണ്ട്. നിങ്ങളൊക്കെ അമ്പലത്തിൽ കയറുന്നില്ല, പിന്നെ ഞാൻ മഞ്ഞൾ പ്രസാദം തൊട്ടുന്നത് ഓക്കെയാണ്, ശരീരശുദ്ധിയാണ്. പക്ഷേ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് അമ്പലത്തിനകത്ത് കയറുന്നുള്ളൂ എന്ന് വിചാരിച്ചാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ഗുരുദേവൻ പറഞ്ഞേക്കുന്നത് എന്നാണെന്നറിയോ, പിന്നെ നമ്മൾ എപ്പോഴും നല്ല നമ്മുടെ ശരീരമാണെങ്കിലും മനസ്സാണെങ്കിലും ഒക്കെ എപ്പോഴും ശുദ്ധിയും വൃത്തിയാക്കി വെക്കാനായിട്ടാണ് ഗുരുദേവൻ പറഞ്ഞത്. ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നത്. അതാ ഗുരുദേവന് നോട്ടീസ് വെച്ച് വീശിതല്ലേ, കൊള്ളാം ഇയാൾ കൊള്ളാടിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര. ഞാൻ ഇപ്പോൾ ഫാനും ഓഫാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഡിയോ കുട്ടനെ കൊണ്ടുപോകണമെന്ന് ഞാൻ ചേട്ടായിട്ട് വിളിച്ചു ചോദിച്ചു. അപ്പോൾ ചേട്ടാ പറഞ്ഞു ഇന്ന് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കില്ല അങ്ങനെയാണ്. പക്ഷേ ഗുരുമന്ദിരത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കടയുണ്ട്. അപ്പോൾ അവള് പറഞ്ഞു കുഴപ്പമില്ലടി, നീ ഓടിപ്പോരെ, ഇപ്പോഴാണ് വണ്ടി വെക്കാനായിട്ട് സ്ഥലമുണ്ട്, പിന്നെ നമുക്ക് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ അന്നേരം ഇവിടെ പിള്ളേർ സെറ്റൊക്കെ ഉണ്ടല്ലോ, നിനക്ക് അഥവാ വണ്ടിയൊക്കെ ആണെങ്കിൽ എടുക്കാൻ പറ്റത്തില്ലാത്തതാണെങ്കിലും നിനക്ക് പിള്ളേരുണ്ടല്ലോ ഇവിടെ, കുഴപ്പമില്ല പോരാൻ പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ എനിക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് പോരിച്ച് ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ. അല്ല വണ്ടി വിളിച്ചാൽ മതി, ഓട്ടോ വിളിച്ചാൽ മതി. പിന്നെ നമുക്ക് വണ്ടി ഉണ്ടല്ലോ, ഭഗവാന്റെ സന്നിധിയിൽ ആ തക്ക സമയത്തൊക്കെ ഒന്ന് വെക്കുന്നത് ഒരു ഐശ്വര്യമല്ലേ അല്ലേ. അപ്പം എന്തായാലും പോകാനായിട്ട് ഒരുങ്ങി റെഡി ആയതാണ് കേട്ടോ. നല്ല നല്ല പരിപാടികളും നല്ല നല്ല കാര്യങ്ങളും ഫ്ലോട്ടുകളും ഒക്കെയാണ്. ഞാൻ നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് നോട്ടീസ് ഒന്ന് കാണിച്ചു തരാം. ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളാരും മിസ് ചെയ്യാണ്ട് വീഡിയോ കണ്ടോ കേട്ടോ. നല്ല നല്ല പരിപാടികളൊക്കെയാണ്. എന്തൊക്കെയാണെന്ന് അറിയാമോ? മഹാഘോഷയാത്രയ്ക്ക് ചെണ്ടമേളം, നാസിക് ഡോള്, ബാൻഡ് മേളം, പൂക്കാവടി, അമ്മൻകുടം, കോൽകളി, ഫ്ലോട്ടുകൾ തുടങ്ങിയവ അണിനിരക്കുന്ന മഹാഘോഷയാത്ര എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഈ കുഞ്ഞൊരു നാട്ടിൽ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നടക്കുന്നതും കാണുമ്പോൾ നമുക്ക് ഭയങ്കര എന്താണ്. കാരണം നമ്മുടെ നാട്ടുപുറത്തെ മാതിരിയല്ല, ഇതൊരു ചെറിയ ഒത്തിരി വലിയ ടൗണൊന്നുമല്ല. പക്ഷേ അതിൻ്റെ ഭാരവാഹികളെല്ലാം നല്ല ഉത്തരവാദിത്തപ്പെട്ട് ഇത്രയൊക്കെ ഓരോ വർഷവും ചെയ്ത് ഓരോ വർഷവും പോകെ പുരോഗമനങ്ങളേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഭയങ്കര അഭിമാനവും സന്തോഷവും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി വീഡിയോ ആയിരിക്കുന്നത്, ആരും മിസ് ചെയ്യാണ്ട് കാണുക. ഞാൻ രാത്രി ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയിട്ട് വന്ന് രാത്രി ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉറക്കം എന്ന് പറയുന്നത് 1 മണിക്കോ 2 മണിക്കോ ആയിരിക്കും തുടങ്ങാൻ പോകുന്നത്. അത്രയും സമയം എനിക്ക് ചെയ്യണം. പിന്നെ നല്ല അടിപൊളി ഗാനമേളയുണ്ട്. പിന്നെ പക്ഷെ ഗാനമേള കേൾക്കാൻ ചിലപ്പോഴേ ഞാൻ നിൽക്കത്തുള്ളൂ, ചിലപ്പോൾ ഇങ്ങോട്ട് പോരും കേട്ടോ. അപ്പം അങ്ങനെ എന്തായാലും നമുക്ക് പോയാലോ. പോയിട്ട് നല്ല സൂപ്പർ ഇതൊക്കെ കൂടി അടിച്ചു പൊളിച്ച് വരാം അല്ലേ. ഞങ്ങൾ ഈ പ്രാവശ്യം ശിവഗിരിക്ക് പോയപ്പോഴത്തേക്കും ഞങ്ങൾ വണ്ടിയായിരുന്നു, എല്ലാവരും പ്ലാനൊക്കെ ചെയ്തായിരുന്നു നല്ല അടിപൊളിയാക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷേ ഭഗവാൻ നമ്മളൊന്നും ആലോചിക്കുന്നു, ദൈവം ഒന്നും നടത്തുന്നു, അതാണ് പറയുന്നത് അല്ലേ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാരെല്ലാവരും അങ്ങനെ എല്ലാവരും കാണും. കഴിഞ്ഞ പ്രാവശ്യം ഇത് നമുക്ക് തന്നെ നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. പക്ഷേ ഒരു സ്പെഷ്യൽ ഉണ്ടായിരുന്നു, ഉച്ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂടെ. ഉച്ചേച്ചി അന്ന് ഒരു ഉച്ചയാറായപ്പോഴത്തേനും വന്നു ഉത്സവത്തിൻ്റെ അന്ന്. അപ്പോൾ ഉച്ചേച്ചി ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം പിള്ളേർക്ക് ഇലക്ഷൻ്റെ ഒക്കെ ആയതുകൊണ്ട് ഡ്യൂട്ടിയൊന്നും ലീവ് എടുക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഉച്ചേച്ചിക്ക് വരവ് നടന്നിട്ടില്ല. ഇനി വരുമോ എന്നറിയത്തില്ല. ചിലപ്പോൾ ഇനി ഇന്ന് വൈകുന്നേരത്തേനോ അല്ല നാളത്തേനോ വരുമോ എന്നറിയില്ല. ഇപ്പോൾ സമയം 6 മണിയായി കേട്ടോ. ഇന്ന് നമ്മുടെ ഉപ്പുതറ നമ്മുടെ എന്നാ പറയുന്നത്, ഞാനൊക്കെ പഠിച്ച OMLP സ്കൂളില്ലേ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെയൊക്കെ അവിടെ നിന്നാണ് തുടങ്ങുന്നത് ഘോഷയാത്ര. അപ്പോൾ 6 മണിക്ക് തുടങ്ങും എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാലും എല്ലാവരെയും ഒന്ന് സെറ്റാക്കി റെഡിയാക്കി വരുമ്പോഴത്തേന് ഇച്ചിരി ലേറ്റ് ആവുമല്ലോ. ആ സമയം കണക്കാക്കി ഞാൻ ടൗണിൽ നിൽക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം വരുമ്പം എന്നെക്കൊണ്ട് എടുത്ത് കാണിക്കാൻ പറ്റാവുന്ന മാതിരിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എല്ലാവരും മിസ് ചെയ്യാണ്ട് കാണണം കേട്ടോ.
അപ്പൊ എന്തായാലും പോകാം. ഞാൻ നിങ്ങളെ എല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ട് പോകണം കേട്ടോ. എന്റെ ഹാപ്പിനെസ് ഇതൊക്കെയാണ്. നമ്മള് മറ്റുള്ളവരെ ചുമ്മാ ദ്രോഹിക്കുകയും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ സന്തോഷമൊക്കെ ആയിട്ട് ഇങ്ങനെ ഉള്ള കുഞ്ഞു കാര്യമാണെങ്കിലും മതി. ആ ഉള്ളത് വെച്ച് നമ്മൾ സന്തോഷമായിട്ട് പോയാൽ അതിനോളം മനസ്സിന് സമാധാനം കിട്ടുന്ന വേറെ ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ അങ്ങനെ അപ്പം പ്രിന്റുവിൻ്റെ ഒക്കെ അവിടെ എന്തോ പുതിയ ബാത്റൂം പണിയും കാര്യങ്ങളും ഒക്കെയാണ്. അതിന് കട്ടയും എംസാനും ഒക്കെ വന്നിറങ്ങി. അപ്പോഴത്തേനും നമ്മുടെ പരിചയക്കാരനാണ് എസ്റ്റേറ്റോളാണ് എൻ്റെ രവിയാണ് കൊണ്ടുവന്ന് സാധനമൊക്കെ ഇറക്കിയത്. അപ്പം ഞാൻ പോകാനായിട്ട് ധൃതി വെച്ചിരിക്കും. കടുകാപ്പി ഇട്ടോട്ടോ അതിൻ്റെ കടുകാപ്പിയൊക്കെ ഇട്ട് കൊടുത്ത് ഇച്ചിരി നേരം വർത്താനവും പറഞ്ഞു. അങ്ങനെ ഞാനൊരു ലേശം ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഓടിപ്പോയിട്ട് വരാം. സമയമാകുമ്പോൾ ഉച്ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ. അതേ വരുന്നത് കേട്ടോ. ചിപ്പി സന്തോഷമൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സിന്ധുവൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഉച്ചേച്ചി അടുത്ത്. അപ്പം നീ ഉച്ചേച്ചി വന്നു ഉണ്ടോ എന്നെ കഴിഞ്ഞ പ്രാവശ്യമാണ് ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ടെന്ന്. സന്തോഷമൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നേണ്ട വന്നേക്കൊന്നു ദൈവമേ മതി. ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴേ ആൾക്കാർ വന്നിരിക്കുക കേട്ടോ. ഗാനമേളയ്ക്ക് സ്റ്റേജ് റെഡിയാക്കിയേക്കുന്ന അവിടെയാണ് കേട്ടോ. നമ്മുടെ ഘോഷയാത്ര വരുന്ന ഇതിരെ അതിന് വേണ്ടി ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. പക്ഷേ ഒന്നും ആയില്ല, വന്നില്ല. വേണ്ടേ പണ്ടത്തെ ആൾക്കാരോടെല്ലാം വന്ന് നിന്ന് മിണ്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞുമോളി ചേച്ചിയൊക്കെയാണ് സ്റ്റെപ്പേലിരിക്കുന്നത്. അപ്പം നമ്മുടെ ഘോഷയാത്ര വരുന്നുണ്ട് കേട്ടോ. ഇച്ചിരി വെട്ടക്കുറവ് കാണുമായിരിക്കും. കാരണം ഞാൻ എല്ലാ പ്രാവശ്യവും ചേട്ടൻ്റെ കടയുടെ ആ മുകളിൽ പോയി നിന്ന് സാധാരണ എടുക്കാറുള്ളത്. അവിടെ ഒത്തിരി കറണ്ട് കമ്പിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതൊരു ശല്യമായിട്ടുള്ളായിരുന്നു. വെട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇച്ചിരി വെട്ടക്കുറവുണ്ടെന്ന് തോന്നി. ഇതിപ്പോൾ ഞാൻ അന്ന കളക്ഷൻസിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നാണ് എടുക്കുന്നത് കേട്ടോ. കഥകളിയോ അയ്യോ ഇതൊക്കെ എന്നാന്ന് പറഞ്ഞു തരാൻ പോലും എനിക്കറിയത്തില്ല എൻ്റെ ദൈവമേ. നിങ്ങളൊക്കെ കമൻറ്റിലൂടെ പറഞ്ഞു കേട്ടോ. അല്ലാണ്ട് എനിക്ക് പറഞ്ഞു തരാൻ ശരിക്കും സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അല്ലാണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. നല്ല ആ നമ്മുടെ കോട്ടേഴ്സ് വടിയുടെ അവിടെ നിന്ന് ആശുപത്രി പിടിക്കാമെന്ന് തുടങ്ങിയേക്കുന്നത്. അപ്പോൾ ഇത്രയും ഇങ്ങനെ തുള്ളി തുള്ളി വരുമ്പോൾ എന്തേലും കാലിനൊക്കെ വേദന എടുക്കുമായിരിക്കും. കണ്ടോ ഒരെണ്ണം അവിടെ ഇരുന്ന് കേട്ടോ. കണ്ടോ ഇരിക്കുന്നത്. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞാനേ ഉഷേച്ചിയും കൂടെ വന്നതുകൊണ്ട് ഉഷേച്ചിയും കൂടെ എൻ്റെ കൂടെ അടുത്ത് വന്ന് നിൽപ്പുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ആ തിണ്ണ അന്ന കളക്ഷൻസിൻ്റെയും പൊട്ടേൻ്റെയും എല്ലാം കടയുടെ തിണ്ണ ഫുള്ളാളായി കണ്ടോ. ഞാൻ എണീറ്റ് ഒരാൾ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോഴത്തേനും കുറച്ച് പേര് വന്ന് എത്തി നിന്ന് നോക്കുന്നുണ്ടേ. ഈ നീല ഷർട്ടുകളൊക്കെ ഇട്ടത് മൊത്തം അമ്മമാരുടെ മക്കളാണ്, പകുതി മുക്കാലും കേട്ടോ. അവരെല്ലാം ഈ പിന്നെ ഇതിൻ്റെയൊക്കെ ആൾക്കാരാണ്. പിന്നെ എന്നാ വോളണ്ടിയർമാരാന്ന് തോന്നുന്നു. ശാഖയുടെ യൂത്ത് മൂവ്മെൻറ്റിൻ്റെയോ അങ്ങനെയൊക്കെയുള്ള പിള്ളേരാണ് കേട്ടോ. സുമേഷും എല്ലാ പിള്ളേരും തന്നെ നമ്മുടെ പിള്ളേരൊക്കെയാണ് നീല ഷർട്ടിട്ട് നിൽക്കുന്നത് കണ്ടോ. ഞാനിതിന് എന്നാ വോയിസ് കൊടുക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ചേട്ടായുടെ ഇരിപ്പുണ്ട് കേട്ടോ. ചേട്ടായി ഇരുന്നുകൊണ്ട് ചോറിനുന്നുണ്ട്. അപ്പോൾ ചേട്ടായി എൻ്റെ മുഖത്തോട്ട് നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. ഇപ്പോൾ വന്നതേ ഉള്ളൂ. ചേട്ടായി ഗാനമേള 1-2 പാട്ട് കേട്ടിട്ട് പോകുന്നു. ഞാൻ ചേട്ടായി വന്നെങ്കിലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ പടാന്ന് പെട്ടെന്ന് ഈ പോകുന്നു കേട്ടോ. എല്ലാവരും ഉണ്ട് അവിടെ, എല്ലാവരും ഉണ്ട്, എല്ലാ ടീംസും ഉണ്ട്. അമ്മായിമാരും അമ്മാവന്മാരും പിന്നെ ഉഷേച്ചി സന്തോഷും സിന്ധുവും കുട്ടായിയും മോളമ്മയും ശ്രീകുട്ടനും എല്ലാ ടീംസും ഉണ്ട് അവിടെ. പിന്നെ ഒത്തിരി നേരം നിൽക്കാൻ കഴിയാനായിട്ട് ഞാനിങ്ങ് പോകുന്നതാണ് കണ്ടോ. അടുത്ത് വന്നപ്പോൾ ഇച്ചിരി കൊണ്ടൊരു ഭംഗി തോന്നുന്നുണ്ട്. പക്ഷേ വെട്ടക്കുറവിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തലയിലൊക്കെ ഈ ചെണ്ട കൊട്ടുന്നവരുടെയൊക്കെ ഒരു സംഭവമൊക്കെ വെച്ചൊക്കെ നോക്കി നമ്മൾ വീഡിയോ എടുക്കുന്നതോടെ കാണുമ്പോണ്ടല്ലോ അവർ ഒന്നുകൂടെ ആവേശത്തിൽ കൊട്ടും. അപ്പം നമ്മൾ വീഡിയോ കട്ടാക്കുന്നത് മോശമല്ലേ. അത് തന്നെയല്ല എന്നാ പറിച്ചിട്ട് പറഞ്ഞാലുമേ ഇത്രയും ഒരു ആ ഒരേ ഉണക്കൊക്കെ അടിച്ച് താളത്തിനൊത്ത് ഇതാകണമെങ്കിൽ എത്ര ദിവസത്തെ പ്രാക്ടീസൊക്കെ ആയിരിക്കും. എന്നാ പറഞ്ഞാലും ഈ വെയിലത്ത് നടന്ന് പിറക്കി ഇപ്പം എന്നാലും വെയിൽ ആറിയ സമയം ആയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. വേണ്ടേ നമ്മുടെ ശാഖ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒക്കെ മഞ്ഞ കൊടിയുടെ കീഴിൽ ഇതൊക്കെ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഒരു ഒത്തിരി സന്തോഷമുണ്ട്. ഇതിൻ്റെ പിന്നിൽ നല്ലതായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് ഒപ്പിച്ച് എടുക്കണമെങ്കിലേ ശരിക്കും കഷ്ടപ്പാടുണ്ട്. എന്നാലും എന്നാ പറയുന്നത് നല്ല ഭംഗിയായിട്ടെല്ലാം അതാറ് അതിനിടയ്ക്ക് ഓടിപ്പോയി എന്നാണ്ടാ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. രതീഷ മുൻ പ്രസിഡൻ്റായിരുന്നെന്ന് തോന്നുന്നു. അപ്പം വേണ്ടേ ഓരോ കാര്യങ്ങളും ചോദിച്ചും പെറുക്കിയൊക്കെ വരുന്നുണ്ട്. ഷായിച്ചേട്ടൻ എത്തി നോക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവരും നമ്മുടെ പരിചയക്കാരും നമ്മുടെ സ്വന്തക്കാരും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ് മൊത്തം കേട്ടോ. കേട്ടോ എന്ന് ഞാൻ കുറേ പറയുന്നുണ്ടല്ലേ. ഇനിയിപ്പം വീഡിയോ കഴിഞ്ഞ് കഴിയുമ്പോൾ ചേട്ടാ പറയും സിന്ധു എത്ര പ്രാവശ്യം ഈ പറയുന്ന ഒരു കാര്യം തന്നെയെന്ന്. വോയിസ് കൊടുക്കണമെങ്കിലൊക്കെ അതിൻ്റേതായ ഇതാന്ന് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇരിക്കത്തില്ലല്ലോ എന്നാ പറയണ്ടേന്നൊക്കെ ഉള്ളത്. ഇങ്ങനെ കാണുമ്പം തന്നെ അതിനുള്ളത് സ്പോട്ടിൽ പറയണ്ടേ. അപ്പം ഫ്രണ്ടിലോട്ട് പോകുന്നത് ഞാൻ ഇങ്ങോട്ട് തിരിച്ചപ്പോൾ ക്യാമറ തിരിച്ചപ്പോൾ ഒരു ശകലം വെട്ടം കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അയ്യോ ഇത് കണ്ടോ നമ്മുടെ ആര്യൻകുട്ടനൊക്കെ മുണ്ടുമൊക്കെ കൊടുത്ത് ടാറ്റയൊക്കെ തന്നിട്ട് പോവുകയാണേ. അവൻ്റെ ഫ്രണ്ടിൽ നിന്ന് ചന്തുവോ പിള്ളേർ സെറ്റൊക്കെ എല്ലാ കുഞ്ഞുങ്ങളെ എല്ലാം ഫ്രണ്ടിൽ നിർത്തിയേക്കുന്ന കേട്ടോ. ദൈവമേ
അപ്പം ചേട്ടായുടെ ഊണും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഉണ്ടിട്ടൊന്നുമില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. അതേ ടൗണിലെത്തിയപ്പോഴത്തേനും നല്ല അടിപൊളിയായിട്ട് എന്നാ പറയുന്നത്, അവർക്ക് ആവേശം മൂത്തിട്ടങ്ങ് ശരിക്കും തകർത്തടിച്ച് കൊട്ടുവാണ്. എന്നാലും പോലീസും അവിടെ എല്ലാം നല്ല സജ്ജീകരണങ്ങളാണ് കേട്ടോ, എല്ലാം നല്ല ക്രമീകരിച്ച്, അതൊക്കെ എന്നാ പറയാനും പക്ക ഇതായിട്ടാണ് കേട്ടോ. ഇഷ്ടംപോലെ പോലീസുകളും നിൽപ്പുണ്ട്. എന്നാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ പിള്ളേരൊക്കെ ചുമ്മാ ഇല്ലാത്ത പ്രശ്നവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കും. പിള്ളേരെന്ന് മാത്രം അടച്ചു പറയല്ല കേട്ടോ, വലിയവരാണേലും എന്നാ പറയുന്നത് ഇച്ചിരി മദ്യപാനമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയപ്പോഴത്തേനും ഒരു അലമ്പും നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും ഇത് ഉണ്ട് കേട്ടോ. അത് പറയാതിരിക്കാൻ വേണ്ടി എടുത്തു പറയണമെന്ന് തോന്നി. ഒത്തിരിയും പോലീസ് സാറുമാർ ഉദ്യോഗസ്ഥർ ഈ ഇതിൻ്റെ പുറകെ ഉണ്ട്, പിന്നെ ആ പരിസരങ്ങളിലെല്ലാം ഉണ്ട് കേട്ടോ. ഘോഷയാത്രയുടെ കൂടെയുണ്ട്, പിന്നെ ആ പരിസരങ്ങളിലെല്ലാം ഉണ്ട്. അതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ഇത് തോന്നി. കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുത്. നമ്മുടെ നാട്ടിലൊരു ഉത്സവമാണെങ്കിലും കാര്യങ്ങളും ആണെങ്കിലും ഒക്കെ നടന്നാലും ചിലയിടത്തൊക്കെ നമ്മൾ വായിക്കുകയും പിറക്കുകയൊക്കെ ചെയ്യും, അടിപിടി ബഹളം ഒക്കെ. ഇത് കണ്ട താലം, പിന്നെ തിരുത്താലം ഉണ്ട് കേട്ടോ, പൂത്താലം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. സോറി, പൂത്താലമല്ല തിരുത്താലമാണ്. പിന്നെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ അവരെല്ലാവരും ആണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് തോന്നിയതാണ്, ഇനി അറിയത്തില്ല. അവർ വെള്ളമൊക്കെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് മടുത്ത് വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും കൊണ്ടോ വെള്ളം കൊടുക്കുന്നത്. നമ്മുടെ അമ്പലത്തിലെ അപ്പുറത്തെ അമ്പലത്തിലെ ഭാരവാഹി ഉത്തരവാദിത്തപ്പെട്ടവരാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എന്തായാലും അതൊക്കെ ഒരു നല്ല കാര്യമാണ്. നമ്മൾ 10 അടി നടക്കുമ്പോഴത്തേനും ഇത്രയും ചൂടും കൂടെ ആവുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പരവേശം എടുക്കും. അപ്പോൾ എല്ലാവർക്കും ചോദിച്ച് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ജ്യൂസാന്ന് തോന്നുന്നു. ഇത് എല്ലാവരും തന്നെ നമുക്ക് അറിയാവുന്നവരാണ് കേട്ടോ. മൊത്തം ആൾക്കാരും എല്ലാവരും നോക്കി കൈയൊക്കെ പൊക്കി കാണിച്ചിട്ടും ഒക്കെ പോകുന്നുണ്ട്. പക്ഷേ ഞാൻ ഒത്തിരിയും ഇതാക്കാത്തതാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കൊക്കെ ഒരു ഇത് വരും, ക്യാമറ പിടിക്കുകയാണല്ലോ അത് കാണുമ്പോഴത്തേന് ഇതുണ്ടോ, ഇതാണ് കോലടി അല്ലേ. കോലടിയൊക്കെയാണ് അതൊക്കെ ഈ ഇതിനകത്ത് വായിച്ച കണ്ടായിരുന്നു. നമ്മുടെ എന്നാ പറയുന്നത് ഉത്സവത്തിൻ്റെ നോട്ടീസിനകത്ത് ഒരു പെങ്കൊച്ചുണ്ട്, ബാക്കിയെല്ലാം ചേട്ടന്മാരാണ് കേട്ടോ. ഇവരിവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചെങ്കിലും ഉണ്ടല്ലോ, ഇവരിപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ നേരെ ഫ്രണ്ടിലാണ്. അന്നേരം എനിക്കൊരു വലിയൊരു ഇൻട്രസ്റ്റ് തോന്നിയില്ല കേട്ടോ. ഇത് വലിയ പാടില്ലാത്തൊരു പരിപാടിയാണെന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷേ ആ സിറ്റിയുടെ നടുക്കൂടി എന്നിട്ട് ഇവരൊരു കളി കളിച്ചായിരുന്നു കേട്ടോ. അത് ഞാൻ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. എന്നോ സൂപ്പറായിട്ട് കളിച്ചെന്നറിയോ. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആറ്റിയാലിലെ പിള്ളേർ സെറ്റുകളാണ് കേട്ടോ. എൻ്റെ തറവാട് വീടിൻ്റെ, അതായത് സന്തോഷത്തെയും കുട്ടാടെയൊക്കെ ആ പരിസരത്തെ പിള്ളേർ സെറ്റുകളുടെ ക്വാളിറ്റികളാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതുങ്ങളും അങ്ങ് തുടങ്ങി കളിച്ച് മടുത്ത് വരുന്നില്ല. ഞാൻ ഇച്ചിരി എടുത്തോളൂ. അവരും സിറ്റിയുടെ നടുക്ക് ചെന്നപ്പോൾ സൂപ്പർ കളിയായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ഇപ്പുറത്തോട്ട് മാറി നിന്നല്ലേ എടുക്കുന്നത് കണ്ടോ. അങ്ങോട്ടേക്ക് ക്യാമറ തിരിക്കുമ്പം വെട്ടമുണ്ട്, ഇങ്ങോട്ടേക്ക് തിരിക്കുമ്പം വെട്ടമില്ല. എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാം ശരിക്കും എന്നാ ചെയ്യാനാ. പിന്നെ പോട്ടല്ലേ, നിങ്ങളെല്ലാവരും ക്ഷമിക്കുമെന്ന് അറിയാതെ കൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ എന്നാണേലും ഉത്സവങ്ങളൊക്കെ എല്ലായിടത്തെയും കഴിയാറൊക്കെ ആയിക്കൊണ്ടിരിക്കുകയല്ലേ. നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിലും ഉത്സവവും പെരുന്നാളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒന്ന് നമ്മൾ കാണുമ്പോൾ അതേ ഉഷേച്ചോട് ചോദിക്കുന്നു, തത്തമ്മ താഴത്തെ ചേച്ചി ചോദിക്കുന്നത് എപ്പോഴാണ് വന്നേന്ന്. ഉണ്ടോ പോകുന്നത്? അവരെല്ലാവരും ഉണ്ട്, എല്ലാ മനുഷ്യരും ഉണ്ട് കേട്ടോ. അത് തന്നെ ഇത്രയും പേരും ഈ ഒരു നമ്മുടെ ഒരു പരിപാടിക്ക് ഒരുങ്ങി വരാനായിട്ടുള്ളൊരു മനസ്സ് കാണിക്കുന്നതും പോകാനായിട്ടുള്ളൊരു മനസ്സ് കാണിക്കുന്നതും ഒക്കെ ഒരു വലിയ കാര്യം തന്നെയാണ്. ഞാനിതിൻ്റെ എല്ലാത്തിൻ്റെയും മുമ്പിൽ നിന്നുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഈ നട്ടലിന് പ്രശ്നം വന്നു, കുടുംബയോഗത്തിനാണേലും SNDP പരിപാടിക്കാണേലും ഒക്കെ ഞാൻ ഏറ്റവും മുമ്പിലായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഉണ്ടല്ലോ ഈ നട്ടലിന് പ്രശ്നം വന്നേ പിന്നെ ഈ കയറ്റവും കയറി ഇറങ്ങി പ്രാർത്ഥനയ്ക്കൊക്കെ ഒത്തിരി മുകളിലോട്ടുള്ള വീടുകളിലൊക്കെ പോകാൻ പാടായി. അങ്ങനെയാണ് ഞാൻ ഇച്ചിരി മടിച്ചിതായത്. അവർ അക്കരെ പാലത്തിൻ്റെ അക്കരെ പോയിട്ട് തിരിച്ചു വരുന്നതാണ് കേട്ടോ. ഇത് അങ്ങോട്ട് പോയപ്പോഴത്തേക്കാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ചിരുന്നത്. അവിടെ അങ്ങ് പോയിട്ട് തിരിച്ചു വരുന്നതാണ് കേട്ടോ. തിരിച്ച് വീണ്ടും ഇവിടെ വന്നിട്ടാണ് സമാപനം. അപ്പം അതിനിടെ കൂടെ വണ്ടി കൊണ്ടിരുന്നുണ്ട്. അതൊക്കെയാണ് ഒരു സുഖമില്ലാത്ത പരിപാടി. ഇച്ചിരി ഇങ്ങനെ ഈ ഒരു കുറച്ച് സമയമല്ലേ ഉള്ളൂ, ഒന്നും നമ്മളിങ്ങനെ പരിപാടി വെക്കുന്നില്ല. അതിനിടെ കൂടെ ഇങ്ങനെ വണ്ടി കൊണ്ടിരുന്നൊരു അല്ലേ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിനിടെ കൂടെ അതെനിക്കങ്ങനെ തോന്നി പറയണത്. ഇതൊക്കെ എൻ്റെ ആറ്റുകാലിലെ പങ്കച്ചേച്ചിയൊക്കെ ആട്ടോ. എൻ്റെ ദൈവമേ, അവരുടെയൊക്കെ വീട്ടിൽ നിന്ന് തിന്ന് കുടിച്ച് ഞാൻ കുറേ നടന്നിട്ടുള്ളതാണ്. എൻ്റെ മക്കളെ എന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നറിയാം ഇഷ്ടമുള്ളതൊക്കെ. പങ്കച്ചേച്ചിയൊക്കെ പോയത്. ഇനി കലാശക്കൊട്ടങ്ങ് ഒരു തുടങ്ങാൻ പോകാൻ തോന്നുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പോലീസുകാർ ഇഷ്ടം പോലെ ഉണ്ടെന്ന്. എന്നാന്ന് വെച്ചാൽ ഒരു പ്രശ്നവും ഒന്നും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ സംഭവം എന്നാന്നറിയോ, എന്താണ്ട് ഇങ്ങനെ പൂക്കുറ്റി പോണക്ക് പറപ്പിക്കുന്നില്ല, അത് പേപ്പറാണ് കേട്ടോ. എന്തൊരു രസമാണ് ഇത് കാണാനായിട്ട്. നല്ല സെറ്റാണ്, പല കളറിലൊക്കെ. അത് പിള്ളേർ സെറ്റാണ് കേട്ടോ. അതിനകത്ത് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ നിറച്ചിട്ട് ഇങ്ങനെ ഏറ് കയറ്റിയിട്ട് ഇങ്ങനെ പറപ്പിച്ചു വിടുക. നല്ല ഭംഗിയുണ്ട്. അതിപ്പം കാണാവേ, നല്ല കണ്ടാവും പല കളറിലും. നല്ല ഭംഗിയില്ല ഇത് കാണാനായിട്ട്. കൊട്ടുകാരുടെ എല്ലാവരുടെയും ദേഹത്തും തലയിലും എല്ലാം പേപ്പറായി കേട്ടോ. ഉണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്.
നല്ല രസമുണ്ട് കേട്ടോ. പല പല കളറിൽ അവർ ഇഷ്ടം പോലെ ഇരുന്നുകൊണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. തിരിച്ച് പാവങ്ങളും അടുത്ത് അങ്ങേ അറ്റത്ത് പോയിട്ട് തിരിച്ചു വന്നാൽ ഇങ്ങനെ താലത്തിന് പോകുമായിരുന്നു ഞാനും. പൂത്താലത്തിനും തിരുത്താലത്തിനും ഒക്കെ. ഇതാ ചുവല പരവതാരിയാണ്. ഈയോടെ സൂപ്പർ അടിപൊളി കേട്ടോ. അവർക്ക് കൊട്ടുന്നവർക്ക് ഒന്നുകൂടെ അങ്ങ് ആവേശമാണേ. ലാസ്റ്റ് ഇത് തീരാ സമയമായപ്പോഴും സുനിൽ വിളിച്ചു പറയുന്നുണ്ട്. സോറി, ഞങ്ങളുടെ ശാഖാ പ്രസിഡൻ്റാണ് കേട്ടോ സുനിൽ. ഞങ്ങളൊക്കെ കളിക്കൂട്ടുകാരാണ്, അതുകൊണ്ടാണ് ഞാൻ സുനിലിന് പേര് പറഞ്ഞത്. അപ്പം വിളിച്ചു പറയുന്നുണ്ട്, ഇത് കൊട്ട് നിർത്ത ദേവട്ടെ. അവർക്ക് ആവേശം കയറിയിട്ട് അവർ കൊട്ട് നിർത്തത്തില്ല, ഞങ്ങൾ കൊട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 3-4 പ്രാവശ്യം വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് അവർ കൊട്ട് നിർത്തി കേട്ടോ. ഗാനമേളയുടെ സമയമൊക്കെ ആയപ്പോഴത്തേക്കേ നിർത്താൻ പറഞ്ഞതാണ്. സമയത്തിനൊരു കൃത്യനിഷ്ഠ വേണമല്ലോ. ഇത്രയും ആൾക്കാർ കുഞ്ഞുങ്ങളെയും ഒക്കെയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നതല്ലേ. അപ്പോൾ ഇവർ കാവടിക്കാരൊക്കെ തുള്ളി മടുത്തു. അവരെ എല്ലാവരെയും മുകളിലോട്ട് അവർക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് പറഞ്ഞു വിടുന്ന ഒരു ഭാഗമാണിത് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ നാട്ടുമ്പുറത്തൊക്കെ പോയി കണ്ടപ്പോഴത്തേക്കും ഒത്തിരി സംഭവങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ഈ കുഞ്ഞു ഗ്രാമത്തിൽ ഇത്രയും സംഭവങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സ് നിറയും കേട്ടോ. കാരണം നമുക്ക് അത്രയും വലിയൊരു പൈസക്കാരോ അങ്ങനെയൊന്നും ഉള്ളവരല്ല ഇവിടെ നമ്മുടെ ഈ ഒരു കുഞ്ഞ് ഉപ്പുറ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ താമസിക്കുന്നവരാണ്. അപ്പോൾ അവർ സ്വരുക്കൂട്ടി പിരിവാണെങ്കിലും ഇത്ര വെച്ചൊക്കെ ഇങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് ചെയ്യുന്നത് കാണുമ്പോൾ അതൊരു ഇതുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ പ്രാവശ്യം ഇച്ചിരി കുറവായത് പോലും എനിക്ക് തോന്നി. എനിക്കറിയത്തില്ല കേട്ടോ, അങ്ങനെ തോന്നി. പക്ഷേ അങ്ങനെ പറയാൻ പോലും പാടില്ല. കാരണം അതേപോലൊക്കെ ഇത്രയും പാടുപെട്ടാണ് അവരിത്രയും സെറ്റാക്കി ഇത്രയും റെഡിയാക്കുന്നത് കേട്ടോ. ഇതിൻ്റെ പേരൊന്നും പറഞ്ഞു തരാൻ എനിക്ക് അറിയത്തില്ല കേട്ടോ. പല പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഉള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, പിന്നെ ഓല ഇങ്ങനെ കെട്ടി വെച്ചിട്ട് വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അയ്യോ, അതിൻ്റേത് കണ്ടില്ലോ, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പനയോലയൊക്കെ കെട്ടി വെച്ചിട്ട് എന്തോ ഇങ്ങനെ പറക്കുന്ന മാതിരിയൊക്കെ കറക്റ്റ് തന്നെ അത് കാണിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും മടുത്ത് തളർന്ന് കേട്ടോ. വെള്ളമൊക്കെ കൊടുത്തു, എങ്കിലും എല്ലാവരും ക്ഷീണിച്ച് കാലൊക്കെ കുഴഞ്ഞ് കാണുമെന്നേ. ഇത്രയും നടന്നില്ലേ, കുറേ ഉണ്ട് കേട്ടോ നടക്കാനായിട്ട്. അല്ല ശകലവടെയൊന്നും അല്ല, കുറേ ഉണ്ട്. ഇവർ നിർത്തത്തില്ലേ, വിളിച്ച് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. വാദ്യമേളങ്ങളൊക്കെ നിർത്തണം, ഗാനമേളയുടെ ടൈമായിരുന്നു. പക്ഷേ എവിടെ ചിപ്പി ഇതേണ്ട നിൽക്കുന്നത് കേട്ടോ. കേട്ടോ, അന്നക്കടയുടെ പിന്നെ ഞാൻ കയറിയതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ. ചേച്ചി അങ്ങോട്ട് പോകുന്നു, പിന്നെ അവരും പോന്നു. അപ്പം നമ്മുടെ പൊന്നമ്മാവനും ഷീല ചേച്ചിയും ആൾക്കാരും എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ് കേട്ടോ. പറയാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. എല്ലാവരും സ്റ്റേജിൻ്റെ മുമ്പിലുണ്ട്. ചിപ്പിനെ ആരാണ്ട് ഫോൺ വിളിക്കുന്നുണ്ട്, അവളവിടെ നിന്ന് വർത്തമാനം പറയുന്നുണ്ട്, കേൾക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ അവരോടെല്ലാം യാത്ര പറഞ്ഞിട്ട് പോരുവാണ് കേട്ടോ. അപ്പോൾ ഉത്സവമൊക്കെ കൂടി തിരിച്ചു വന്നു കേട്ടോ. നല്ല പരിപാടിയായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വർഷം ഇച്ചിരി കുറഞ്ഞോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ കുറച്ചുകൂടി ഇതൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. വേറെ ലോറിയിലൊക്കെ ഭയങ്കര സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. എന്തായാലും ഇത്രയും നമുക്കിങ്ങനെ പറയാം കേട്ടോ. കാരണം കുറവായിരുന്നു അല്ലെ കൂടുതലായിരുന്നു ഒക്കെ നമുക്ക് വാങ്ങിക്കൊണ്ട് പറയാം. പക്ഷെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അവർക്ക് അറിയത്തുള്ളൂ ഇതിൻ്റെ കഷ്ടപ്പാടും എത്ര നാളുകൊണ്ടുള്ള പ്രയത്നവും ഒക്കെ ആണെന്നല്ലേ. അപ്പം കുഴപ്പമൊന്നുമില്ലായിരുന്നു. അല്ല, ഞാൻ വേറെ കുറ്റമായിട്ട് പറഞ്ഞതല്ല. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇതുണ്ടായിരുന്നു എന്ന്. എന്തായാലും നല്ല സൂപ്പറായിരുന്നു. ഉള്ള സംഭവങ്ങളെല്ലാം അടിപൊളിയായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. കുറച്ചെല്ലാം നിങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് എന്നെ പറ്റുന്ന രീതിയിലൊക്കെ എഡിറ്റ് ചെയ്തിട്ടേക്കാം കേട്ടോ. പിന്നെ ഇന്ന് എനിക്ക് അവിടെ നമ്മുടെ ഉത്സവത്തിന് പോയിട്ട് ഒരു ഭയങ്കരമായിട്ടൊരു മിസ്സിങ് ഉണ്ടായി കേട്ടോ. ഭയങ്കരമായിട്ട് എന്തോ ഭയങ്കര ഒരു കുറവ് തോന്നി. ആരെയാണത് എന്താണെന്ന് ഞാൻ പറയട്ടെ. നമ്മുടെ ബാളക്കുട്ടിനാണ് കേട്ടോ, ശ്രീകുട്ടൻ്റെ കുഞ്ഞിപ്പെങ്ങളെ. അവളെ എത്ര ജനത്തിരക്കാണേലും ഏതേലും മൂലം ഞാനോ ഉഷേച്ചോ ഞങ്ങൾ ആരെയും കേട്ടോ അവളോ എന്നെ ഇതിനകത്താണേലും കൈ നോക്കി കാണിച്ച് ഭയങ്കര ഇതായിട്ട് കാണിച്ചിട്ട് പോകും കേട്ടോ. ഈ പ്രാവശ്യം അതുണ്ടായില്ല, കൊച്ചവിടെ ആയതുകൊണ്ട്. പിന്നെ ചിപ്പിമോള് നല്ല സെറ്റും മുണ്ടും കൊടുത്ത് നല്ല സൂപ്പർ സുന്ദരി കുട്ടിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ സർപ്രൈസ് ആയിട്ട് ഇന്നലെ ഞാൻ വൈകിട്ട് ചേട്ടാ വന്നപ്പോൾ ചോദിച്ചു, ചേട്ടായി ഞാൻ ഉച്ചേച്ചിയുടെ വരെ പോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ചേട്ടായി പറഞ്ഞു, ഇന്ന് പോണ്ട, നീ നാളെ പോകും, ഇന്ന് വേറെ ഉത്സവമൊക്കെ അല്ല, ഇന്ന് പോണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ മനസ്സിൽ തോന്നിയേ അത് കഴിഞ്ഞ് സിന്ധുവിനെ വിളിച്ചപ്പോൾ സിന്ധു പറഞ്ഞേടി ഞങ്ങൾ മുണ്ടക്കാൻ പോവാ, നീ വരുന്നത്, നീ വാടിയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ വൈകിട്ട് ഇവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, അവർ അവിടെ ഒരു മാമോദിസയ്ക്ക് വരായിരുന്നു കേട്ടോ, സിന്ധുവിൻ്റെ ഒക്കെ ഒരു പിന്നെ റിലേറ്റീവിൻ്റെ കുഞ്ഞിൻ്റെ. അപ്പം തിരിച്ചെന്നാണേലും ഉച്ചയാകുമ്പോഴത്തേനും തിരിച്ച് വരും. അപ്പം എന്നാലും എൻ്റെ മനസ്സിൽ തോന്നി മിക്കവാറും ആ ഓട്ടോയ്ക്കടാ സന്തോഷമേ ഞാനും കൂടെ വരുന്നുണ്ട്, ഇങ്ങോട്ട് പോരേന്ന് പറയും. ഉഷേച്ചി വരും എന്ന് എൻ്റെ മനസ്സിൽ. അതെ ഞാൻ ഇൻട്രോ എടുത്തപ്പോഴും പറഞ്ഞില്ലേ, ചിലപ്പം വൈകിട്ട് വരുമായിരിക്കും, ഇല്ല നാളെ വരുമായിരിക്കും. ഇതൊക്കെ കറക്റ്റ് ഞാൻ അവിടെ ചെന്ന് നിന്നപ്പോഴത്തേനും ഉഷേച്ചി വന്നു കേട്ടോ. പൂർത്തി സന്തോഷമായി. ഉഷേച്ചി ഉണ്ട്. ഞാൻ സ്കൂട്ടിക്ക് വന്നുകൊണ്ട് എനിക്ക് സ്കൂട്ടി എഴുതിക്കൊണ്ട് വരാനുള്ള ഒരു അത്രയും ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഉഷേച്ചി സന്തോഷമായിട്ട് പോയി. ഞാൻ ഇങ്ങോട്ടേക്കും പോന്നു കേട്ടോ.
നാളെ രാവിലെ കയറി വന്നേക്കണം കേട്ടോടി എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. സിന്ധുവും ജിപ്പിയൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ബാക്കി കുടുംബക്കാർ ഫുള്ളുണ്ട് കേട്ടോ. ഫുള്ള് അടച്ച് എല്ലാവരും തന്നെ ഉണ്ട്. എന്നാ പറയുന്നത്, ഭയങ്കര സന്തോഷമായിപ്പോയി. പിന്നെ ഒത്തിരി പേരെ നമ്മുടെ പഴയ വീടിൻ്റെ അവിടുത്തേതും നമ്മൾ താമസിച്ചിട്ടുള്ളത് നമ്മുടെ സ്കൂളിൽ പഠിച്ചപ്പോഴത്തെ കൂട്ടുകാരെ അങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാരെ കാണാൻ പറ്റും. ഇങ്ങനെ ഒരു നല്ലൊരു ഈ വർഷത്തിലൊന്നാണെങ്കിലും ഇങ്ങനെ ഒരു ഘോഷയാത്രയും ഉത്സവവും ഒക്കെ വെക്കുമ്പോഴത്തേക്കും കേട്ടോ. അല്ലെങ്കിൽ വല്ല കല്യാണവും മരണവും അങ്ങനെയൊക്കെ നടന്നാലാണ് നമ്മൾ എന്നാലും ഇത്രയും പേരെ ഒരുമിച്ച് കണ്ടു കിട്ടത്തില്ല. കല്യാണത്തെക്കാളും വിളിക്കുന്നതും അങ്ങനെയൊക്കെയല്ലേ. പിന്നെ മരണമൊക്കെ കാണുമ്പോൾ ആ ഒരു പ്രദേശത്തെ ആൾക്കാരല്ലേ കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ ഒരു പൊതുവായിട്ടുള്ളൊരു ഉത്സവവും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരും ഒത്തിരി സുഹൃത്തുക്കളെയും നമ്മുടെ സ്വന്തക്കാരെയും ബന്ധുക്കാരെയും എല്ലാം കാണാൻ പറ്റും. അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. പിന്നെ ഞാനിങ്ങനെ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ ഗുരുബന്ധത്തിൻ്റെ നേരെ ഫ്രണ്ടിൽ നമ്മുടെ ഒരു കടയുണ്ട്, നമ്മുടെ ആശയം എന്ന് പറഞ്ഞൊരു പോണ കടയുണ്ട്. അവളുടെ അവിടെ കൊണ്ടുവച്ചിട്ടാണ് വണ്ടി വെച്ചിട്ടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു പൊന്നു ഉണക്ക് നോക്കിക്കണം, എൻ്റെ വണ്ടിയെ ആരും തൊട്ടേക്കത് പോറിക്കും ഒന്നും ചെയ്തേക്കത്, പൊന്നു നോക്കിക്കണമെന്ന്. ചേച്ചി ആ താക്കോല് തരാം, പക്ഷേ അതിൽ എങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റുകയാണ് ഇച്ചിരി പണയം വെക്കാന്നത്. എന്നിട്ട് അവർ കട അടച്ചു കേട്ടോ. ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് കട അടച്ചു അവിടെ കണ്ടില്ല. എന്തായാലും വണ്ടി സേഫ് ആയിട്ടാണ്, ഒരു കുഴപ്പമില്ലാണ്ട് ഇരിപ്പുണ്ടായിരുന്നു. അതാ ഗുരുദേവൻ്റെ സന്നിധി തന്നെ, ഗുരുദേവൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവച്ചിട്ടാണ് ഞാൻ പോയത് കേട്ടോ. ഒരു കുഴപ്പമില്ലാണ്ട് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ എന്നാ പറയുന്നത്, പിന്നെ എല്ലാവരും തളിച്ചിപ്പം പാട്ടും കുത്തുമൊക്കെ തുടങ്ങി നല്ല മേളാക്കമായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളും ഗുരുബന്ധത്തിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഞാൻ പഠിച്ച ഡ്രൈവിംഗ് സ്കൂളും. അപ്പോൾ ആശാൻ ഉണ്ടായിരുന്നു. ആശാൻ ഒരു ചേട്ടനും ഓഫീസ് അടച്ചിട്ടില്ലായിരുന്നു, പറഞ്ഞൊക്കെ പറഞ്ഞ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പം എന്നിട്ട് വന്നു കേട്ടോ. എന്നെ ഗാനമേള ഒന്നും കേൾക്കുന്നില്ല, പോകണമെന്ന് ചോദിച്ചു. അപ്പം പോവാം ആശാൻ എന്ന് പറഞ്ഞു. എന്നിട്ട് ആശാൻ ശ്രദ്ധിച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോരുന്നത്. അപ്പം മാതാപിതാ ഗുരുദേവം എന്ന് പറഞ്ഞവർക്ക് ഗുരുക്കൾക്കാണെങ്കിലും അവർ നമുക്കൊരു കാര്യങ്ങൾ ചെയ്ത് നമ്മളെ പഠിപ്പിച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും തെറ്റ് പറ്റുന്നുണ്ടോ, നന്നായിട്ടാണോ കൊണ്ടുപോകുന്നതെന്ന് ഒരു ഇതാണല്ലോ. അപ്പോൾ എനിക്ക് വണ്ടി എടുത്തപ്പോൾ ആശാൻ നോക്കുന്നുണ്ടായിരിക്കും, ആശാൻ നോക്കുന്നുണ്ടായിരിക്കും. അത് ചങ്ങിനകത്തൊരു പിടപ്പുണ്ടല്ലോ, അതുണ്ടായിരുന്നു കേട്ടോ. നല്ല പിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് ആശാനെ. കാർ ഓടിക്കാൻ പോയപ്പോഴൊക്കെ നല്ല പിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. സ്കൂട്ടിക്ക് വലിയ കുഴപ്പം കിട്ടിയിട്ടില്ല, കാറിന് നല്ല കിട്ടിയിട്ടുണ്ട്, പിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏച്ചെടുത്തപ്പോഴും പിന്നെ റോഡ് പോകുമ്പോഴും ഒക്കെ ഗിയർ പറഞ്ഞാൽ പറയുമ്പോൾ നമ്മൾ ആക്സിഡൻറ്റ് കൊടുക്കും. ക്ലച്ച് ചവിട്ടാതെ ഗിയർ പറഞ്ഞു, ഇതിനൊക്കെ നല്ല പിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്ന് ആശാനെയും കണ്ടു കേട്ടോ. ആശാൻ വണ്ടി ഓടിച്ചുകൊണ്ട് ഞാൻ ഓടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ ശ്രദ്ധിച്ച് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു സന്തോഷമുള്ളൊരു കാര്യമായിട്ട് തോന്നി. കാരണം നമ്മളെ പഠിപ്പിച്ച ആളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് നമുക്കൊരിതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ ചേട്ടായോട് ചോദിച്ചപ്പോഴത്തേക്ക് ചേട്ടായോട് പറഞ്ഞു, നീ പൊക്കോടി, ഞാൻ വന്നേക്കാൻ കടയിൽ ഇച്ചിരി തിരക്കും ഇച്ചിരി വെള്ളവും ചായയും ജ്യൂസും ഒക്കെ വിൽക്കുന്ന ഒരു സമയമാണല്ലോ. പൊക്കോളാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പോൾ പോകുന്നു. ഈ വിയർത്ത് ഒഴുകുന്നുണ്ട്, കുടിച്ചിട്ട് പോയതാണെന്നൊരു കാര്യമില്ല. അതുകൊണ്ട് ഇപ്പോൾ സമയം നേടെ 9 മിനിറ്റുള്ളൂ. ഇനി ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം, ബാക്കി ഇതെല്ലാം ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ബാക്കിയാണ്. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിലും പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൻ്റെ കൂട്ടത്തിൽ അതിലോട്ടുള്ള ഒന്ന് ഇച്ചു വിളിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നതിനാകും.